ഉപമുഖ്യമന്ത്രി അജിത് പവാർ വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ പല അഭ്യൂഹങ്ങളും പരക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചില സ്ക്രീൻഷോട്ടുകൾ ഇപ്പോൾ ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തുന്നതായി തന്നെ കണ്ടെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ജനങ്ങളെ വലച്ചിരിക്കുന്നതാകട്ടെ വിക്കിപീഡിയയാണ്. അജിത് പവാർ കൊല്ലപ്പെട്ടതിന് 21 മണിക്കൂർ മുൻപേ തന്നെ വിക്കിപീഡിയ ഇത് എഡിറ്റ് ചെയ്തു എന്ന അവകാശവാദത്തോടു കൂടിയുള്ള സ്ക്രീൻഷോട്ടുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ പ്രചരിക്കുന്നത്. എന്നാൽ ഈ വാദത്തിൽ യാതൊരുവിധ ശാസ്ത്രീയ അടിത്തറയുമില്ല എന്നതാണ് മറ്റൊരു വസ്തുത. എങ്കിൽ പോലും ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഇതിന് പിന്നിൽ എന്താണ് എന്നതിൽ അല്ലെങ്കിൽ അതിന്റെ വസ്തുത അന്വേഷിക്കുന്നതായി തന്നെ ഉത്തരവിട്ടിരിക്കുകയാണ്. മാത്രമല്ല, അദ്ദേഹത്തെ അപകടപ്പെടുത്താൻ മറ്റ് ശത്രുക്കൾ ആരെങ്കിലും തന്നെ ഇത്തരത്തിൽ ഒരു പദ്ധതി മെനഞ്ഞതാണോ, അല്ലെങ്കിൽ വിമാനത്തിന്റെ കേടുപാടുകൾ കാരണമാണോ ഇത്തരം ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത് എന്നതടക്കം ഇപ്പോൾ അന്വേഷണ പരിധിയിലേക്ക് എത്തും. ഇനിയിപ്പോൾ വിക്കിപീഡിയ ആളുകളെ എങ്ങനെയാണ് ഇത്തരത്തിൽ കുഴപ്പത്തിലാക്കുന്നത് എന്നത് നോക്കുകയാണെങ്കിൽ, വിക്കിപീഡിയയുടെ സെർവറുകളാകട്ടെ ആഗോളതലത്തിൽ ഏകീകൃതമായ UTC, അതായത് കോർഡിനേറ്റഡ് യൂണിവേഴ്സൽ ടൈം, ആ സമയ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ സമയം IST UTC അതിനേക്കാൾ 5 മണിക്കൂർ 30 മിനിറ്റ് മുന്നിലാണ് എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ ഒരു സംഭവം നടക്കുന്ന അതിനുശേഷം വിക്കിപീഡിയയിൽ വിവരങ്ങൾ അത് പുതുക്കുമ്പോൾ അതിൻ്റെ ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തുന്നത് രാജ്യാന്തര സമയമായിരിക്കും. ഇത് കണ്ട് സമയത്തിന് മുൻപേ വിവരം വന്നുവെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട് പലപ്പോഴും. ഇതാണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇവ ആർക്ക് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാവുന്ന ഒരു സംവിധാനമാണ് എന്നതാണ്. വിക്കിപീഡിയ ഒരു സ്വതന്ത്ര വിജ്ഞാന കോശമാണ്. ഒരു വാർത്ത പുറത്തു വന്നാൽ ഉടൻ തന്നെ ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ളവർക്ക് പോലും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ പേജിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. വലിയ വാർത്തകൾ പുറത്തു വരുമ്പോൾ തന്നെ മിനിറ്റുകൾക്കകം തന്നെ വിക്കിപീഡിയ പേജുകൾ അപ്ഡേറ്റ് ചെയ്യപ്പെടാറുണ്ട്. ഇത് മുൻകൂട്ടി പ്രവർത്തിക്കുന്നത് അല്ല, മറിച്ച് തത്സമയ പ്രതികരണമാണ് അവിടെ കാഴ്ചവെക്കുന്നത്. ഇൻസ്പെക്ട് എലമെന്റ് എന്ന ആ ഒരു ചതിക്കുഴിയിൽപ്പെട്ട് കമ്പ്യൂട്ടർ ബ്രൗസിംഗിലെ ഇൻസ്പെക്ട് എലമെന്റ് എന്ന സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഏതൊരു വെബ്സൈറ്റിലെയും ആ ആക്കങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ അക്ഷരങ്ങളും താൽക്കാലികമായി തന്നെ മാറ്റാൻ സാധിക്കും. ഇങ്ങനെ സമയവും തീയതിയും മാറ്റിക്കൊണ്ട് വ്യാജ സ്ക്രീൻഷോട്ടുകൾ നിർമ്മിച്ച് പ്രചരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പതിവ് കാഴ്ചയായി മാറുകയാണ്. ആയതിനാൽ തന്നെ ഏറ്റവും കൂടുതലായി തന്നെ ജനങ്ങൾ ഇതിലെ തെറ്റിദ്ധരിക്കപ്പെടുകയും അല്ലെങ്കിൽ ഇതിലെ വസ്തുത മനസ്സിലാക്കാതെ തന്നെ വലിയ രീതിയിൽ അതിനെ വിശ്വസിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തുകയാണ്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അജിത് പവാർ കൊല്ലപ്പെടുന്ന, അതായത് വിമാന അപകടം നടക്കുന്നതിന് മുൻപേ തന്നെ ഇത് വിക്കിപീഡിയ പ്രചരിച്ചു എന്ന തരത്തിൽ വ്യാജ രീതിയിലുള്ള സ്ക്രീൻഷോട്ടുകളാണ് ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഇതിന് മുൻപേ നടന്ന സംഭവമായി തന്നെ പലരും അതിനെ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അജിത് പവാറിനെ കരുതിക്കൂട്ടി അവിടെ കൊലപ്പെടുത്താൻ പലരും ഇതിൽ ഗൂഢലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ പദ്ധതികൾ, തന്ത്രങ്ങൾ മെനഞ്ഞു എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇതുവരെയും എന്തുകൊണ്ടാണ് അവിടെ അപകടം ഉണ്ടായതെന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. വിമാനത്തിന്റെ കേടുപാടുകൾ കൊണ്ടാകാം ചിലപ്പോൾ ഈ അപകടം സംഭവിച്ചതെന്ന ഒരു രീതിയിലേക്കും റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം കമ്പ്യൂട്ടർ ബ്രൗസിംഗിലെ ഇൻസ്പെക്ട് എലമെന്റ് എന്ന സംവിധാനം ഉപയോഗിച്ച് ഏതൊരു വെബ്സൈറ്റിലെയും അക്കങ്ങളും അവരുടെ അക്ഷരങ്ങളും എല്ലാം തന്നെ അവിടെ താൽക്കാലികമായി തന്നെ മാറ്റാൻ സാധിക്കും. ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ളവർക്ക് പോലും അവിടെ നിമിഷ നേരത്തിനുള്ളിൽ തന്നെ ഈ വിക്കിപീഡിയ പേജിൽ കയറുകയും അവിടെ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, വിക്കിപീഡിയയിലെ വിവരങ്ങൾ പുതുക്കുവാനും ഇവർക്ക് കഴിയും. ഇതിന്റെ ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തുന്നത് അന്താരാഷ്ട്ര സമയമായിരിക്കും. പ്രമുഖ വ്യക്തികളുടെ മരണം, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവ നടക്കുമ്പോൾ വിക്കിപീഡിയ മുൻകൂട്ടി അറിഞ്ഞു എന്ന തരത്തിലുള്ള സ്ക്രീൻഷോട്ടുകൾ പലപ്പോഴും ഇത്തരത്തിൽ സാങ്കേതികമായ വശങ്ങളെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ അല്ലെങ്കിൽ മനഃപൂർവ്വമായി തന്നെ ആശയക്കുഴപ്പം ഉണ്ടാക്കുവാനോ അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കാനോ കാരണമാകുന്നുണ്ട്. ഔദ്യോഗിക വാർത്താ മാധ്യമങ്ങളെ മാത്രം ഇത്തരം കാര്യങ്ങളിൽ ആശ്രയിക്കുന്നതാകും ഏറ്റവും നല്ല ഒരു പോംവഴി എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.